ഒരു കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടുള്ളൊരു ട്രിപ്പാണെന്ന് വേണം, അല്ലാതെ ഈ എരിവും പുളികളൊന്നും ആൾക്ക് വേണ്ട. ഒരു വ്യത്യാസം വന്നതിന്റെ ഇതിൽ ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ട് പൃഥ്വിരാജാണോ നോക്കാൻ പറഞ്ഞു കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു അടിപൊളി ട്രിപ്പിന് നമ്മൾ പോവാണ് കേട്ടോ. ട്രിപ്പിന് പോകുമ്പോൾ എന്താ പറയുക, ഒരു കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടുള്ളൊരു ട്രിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സാറക്കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരമൊക്കെ ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം കരച്ചിലായിരുന്നു. ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുന്ന സമയത്ത് സാറക്കുട്ടി ഭയങ്കര കരച്ചിലാവും, നമ്മളെ ഒന്നും ഒരുക്കാനായിട്ട് സമ്മതിക്കത്തില്ല. അപ്പം അതുപോലത്തെ തന്നെ ഇന്നും കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതോ അല്ലെങ്കിൽ നമ്മളകത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ മീൻസ് ഡ്രസ് ചേഞ്ച് ചെയ്യുക അങ്ങനെയല്ല, നമ്മളൊന്ന് ഒരുങ്ങുന്ന അങ്ങനത്തെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മളിത് ഇറങ്ങി വണ്ടിയിൽ കയറി നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടിയിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴാണ് സാറ് ഒന്ന് ഓക്കെ ആയത്. അപ്പോൾ ഇതാ നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് UAE ഒരു റെസ്റ്റോറൻറ്റ് പോകുന്നുണ്ട്. അതായത് റാസൽ കൈമയിൽ ഒരു ആന വണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അടിപൊളി ഫുഡ്, കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലെ നല്ല നാടൻ കള്ള് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതൊരു നമ്മൾ റീൽസിലും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോകുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു അന്ന് അവിടെ വരെ ഒന്ന് പോകാം. അപ്പം നമ്മുടെ അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു മണിക്കൂറത്തേക്കിനുള്ള യാത്രയുണ്ട് കേട്ടോ. അപ്പം ഞാനും അച്ചാച്ചൻ്റെ 2 ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാ പോകുന്ന വഴിയിൽ ഈന്തപ്പഴമൊക്കെ നല്ലപോലെ കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ മഞ്ഞക്കുരു എന്ന് പറഞ്ഞ ഈന്തപ്പഴമാണ് കേട്ടോ. ഇപ്പോൾ ഈ ചൂട് സമയം ആയതുകൊണ്ട് എല്ലാം നല്ല കുലച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. ഇതാ കണ്ടില്ല, ഒരാൾ ഇവിടെ കരഞ്ഞ് ഒരു പതിവായി കിടക്കുന്നുണ്ടോ. ഭയങ്കര ക്ഷീണമായിട്ട് കിടക്കുന്നു. പിന്നെ കഴിഞ്ഞിടയ്ക്കെല്ലാം കുറച്ച് മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും അപ്പം അതിൻ്റെ ഒരു ക്ഷീണവും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കരഞ്ഞും കൂടെ നല്ല സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ പുറകിലിരിക്കുന്നത്. ഫൈനലി നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ നട്ടപ്ര ചൂടത്ത് പോയത് കൊണ്ട് നമുക്ക് അകത്തിരിക്കാനേ പറ്റത്തുള്ളൂ. ഈവനിങ് ആയിരുന്നെങ്കിൽ നമുക്കിതാ ഇവിടെ ഈ പുറത്ത് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അവിടെ ഇരിക്കായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മൾ അകത്ത് കയറി ഇവിടെ ഇങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കണ്ടതുണ്ട് ആ ഗ്ലാസ് ഒക്കെ ഇട്ടിരിക്കുന്നത്, അവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ അതിനകത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് ഇരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ നമ്മൾ പുറത്തുള്ള സെറ്റിൽ ഇരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ പറയുക, നമ്മുടെ മുന്തിരിക്കള്ള് നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പം എന്താ പറയുക, മുന്തിരിക്കള്ളൊന്നും ഞാൻ കുടിച്ചിട്ടില്ല, നമ്മുടെ സാധാ കള്ള് കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മുന്തിരിക്കള്ള് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിന് ടച്ചിങ്സ് ആയിട്ട് ഇവർ നമ്മുടെ ബീഫിൻ്റെ ലിവർ പറഞ്ഞു, പിന്നെ നമ്മുടെ കക്ക റോസ്റ്റും പറഞ്ഞു കേട്ടോ. ഇത് രണ്ടും എനിക്കിഷ്ടമില്ല, ഞാൻ കഴിക്കാറില്ല. പിന്നെ അത് കാര്യമാക്കി എടുത്തില്ല, അവർക്ക് ഓക്കെ ആയിരുന്നല്ലോ. പിന്നെ അവരാണുങ്ങളല്ലേ, അപ്പോൾ അവർ ഇതിൻ്റെ കൂടെയൊക്കെ ടച്ചിങ്സും കാര്യങ്ങളൊക്കെ കഴിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ മുന്തിരിക്കള്ള് നല്ല അടിപൊളി. അപ്പോൾ നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചിട്ട് ചിയേഴ്സൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ വീഡിയോസും പിന്നെ അതുപോലെ ഫോട്ടോസ്. അപ്പോൾ ഞാനിങ്ങനെ പറയണം, നമുക്കിങ്ങനെ ചിയേഴ്സ് പറഞ്ഞിട്ട് ഇങ്ങനെ പുറമോട്ട് എടുത്തിട്ട് സിപ്പ് ചെയ്യാം, അങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞങ്ങൾ 2 പേരും ഇവിടെ, ഈ സാറക്കുട്ടി ഇവിടെ ഇരുന്നു, ഓപ്പോസിറ്റ് സൈഡ് അവർ 2 പേരും കൂടി ഇരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇരുന്നത്. പിന്നെ എന്താ പറയുക, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് നമുക്ക് ചൂടും കാര്യങ്ങളൊന്നും എന്തായാലും അറിയത്തില്ല. അപ്പോൾ അത് കാരണം നല്ല എന്താ പറയുക, നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ പോയി ചില്ലാവുമെന്ന് പറഞ്ഞാൽ മക്ക എന്ന് പറഞ്ഞിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കിക്ക് കുറവായിരുന്നു, പക്ഷെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ലഹരി, എന്താ പറയുക, ലഹരി മീൻസ് അങ്ങനെയല്ല, ഒരു അതിൻ്റെ ഒരു നമുക്ക് ഗ്യാസൊക്കെ ഇപ്പം നമ്മുടെ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സാറക്കുട്ടിക്ക് നമ്മൾ അപ്പം ജ്യൂസ് ഓർഡർ ചെയ്യുവേ, ജ്യൂസ് കൊടുക്കും, പിന്നെ അവൾക്ക് നഗറ്റ്സൊക്കെ കൊടുക്കും കഴിക്കാനായിട്ട്. അല്ലാതെ ഈ എരിവും പുളികളൊന്നും അവൾക്ക് വേണ്ടല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കിട്ടിയോ? എന്തിനാ വെയിറ്റ്? കഴിക്കില്ല, തോട്ടിൽ സാധനം കഴിക്കില്ല, അതാണ് കാര്യം. തോട്ടിൽ സാധനം കഴിക്കില്ല. ഇതിന്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ല.
മോളെ ബീഫും ചിക്കനും കഴിക്കും. അത് കഴിക്കും. മുയല കഴിക്കുന്നില്ല. മുയലൊക്കെ കഴിക്കും. ഞങ്ങളുടെ വീട്ടിൽ അത് പാപമല്ല. പാവല്ലേ? അതിനെ കൊല്ലുന്ന പാവമല്ല. അതിന് സാധനം തിന്നാൻ പാടില്ല. നിങ്ങളെ എന്റെ മനസ്സിൽ നിങ്ങളുടെ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഓരോരുത്തരും മുണ്ടും മടക്കി കുത്തി നടന്നു വരണം. മറ്റേ പാട്ട് ഏതായിരുന്നു? മാനത്തെ മേടപ്പൊന്നണിയും. അപ്പൊ നിങ്ങൾ 3 പേര് സെപ്പറേറ്റ് എടുത്തിട്ട് നിങ്ങൾ 3 പേര് ഒന്നിച്ചില്ല. അന്നേരം അത് സ്ലോ മോഷന് വരും. അങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എടുക്കാം. നീ അത് സെറ്റ് ചെയ്താൽ മതി. എനിക്ക് വയ്യ. ഇന്ന് ചേച്ചി ഇന്ന് അവിടെ കിടന്ന് മയങ്ങി വീഴും. എന്റെ അമ്മ ഈ സമയമായിട്ടാണ് തോന്നുന്നു വലിയ ആളില്ലാത്തല്ലേ? അകത്താളുണ്ട്. ഈവനിങ് ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ തിരക്കായിരുന്നു. കപ്പ വേണം പാൽക്കപ്പ ബിരിയാണി കഴിക്കോ? വെച്ച് നമുക്ക് ഒന്നുമില്ല വെച്ചാടാ. 05682758275 ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ്. നമ്മൾ ഒരുപാട് ഫുഡും കാര്യങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. പിന്നെന്താ, നമ്മൾ ലാസ്റ്റിൽ ഒരു മീൻ പൊള്ളിച്ചതും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ മീൻ പൊള്ളിച്ചത് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് റീൽസും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് സാറക്കുട്ടിക്ക് ജ്യൂസ് കൊടുത്തു, ഫുഡ് കൊടുത്തു. അപ്പം എന്താ, നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ. നല്ലൊരു വൈബായിരുന്നു. അതിന്റെ ഇടയ്ക്ക് എന്റെ ബ്രദർ വിളിച്ചു കേട്ടോ. അപ്പൊ അവനോട് സംസാരിച്ച് അവനെയാണ് ഞാൻ ഈ കൊഞ്ഞനും കുത്തി കാണിച്ചത്. എനിക്ക് അങ്ങനത്തെ ഒക്കെ ചില സ്വഭാവങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞത് ഇതാണ് കേട്ടോ അവരുടെ ഒരു ക്യാഷ് കൗണ്ടറിന്റെ ഫ്രണ്ടിലത്തെ ഒരു ഇതെന്ന് പറയുന്നത്. ഫുൾ കുറെ ബിവറേജസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ, പിന്നെ ഇതിന്റെ അകത്ത് ഓലയുടെ ഇലയൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സെറ്റ്. പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു വൈബാണ് കേട്ടോ. ഇവിടെയാണ് രാത്രി നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റായിരിക്കും കേട്ടോ രാത്രി ചെല്ലുന്നവർക്ക്. പിന്നെ എന്താ പറയാ, നമ്മളിങ്ങനെ ഫുഡിന്റെ കേസും പിന്നെ നമുക്ക് ചെറിയൊരു പണി പാളി അത് പറയുവാണ് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ നമ്മൾ കള്ള് കുടിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് കള്ളും നമ്മൾ പാഴ്സൽ വാങ്ങിച്ചു. അപ്പൊ റേറ്റ് ഒരല്പം അവിടെ നമുക്ക് പാളിപ്പോയി. അപ്പൊ അത് വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് നമ്മൾ വിചാരിച്ച റേറ്റ് തന്നെ നിന്നേനായിരുന്നു കേട്ടോ. അപ്പൊ കുഴപ്പമില്ല, 1 ടൈം അല്ലേ, ഓക്കെ എന്നുള്ള രീതിയിൽ ഒരു എൻജോയ്മെന്റ് ആണല്ലോ. അപ്പൊ പിന്നെ നമ്മൾ അതിനകത്തൊരു ചെറിയൊരു വ്യത്യാസം വന്നതിന്റെ ഇതിൽ ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓക്കെ നമ്മൾ അത് ഇങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ സന്തോഷിക്കുകയാണ് കേട്ടോ, നമുക്ക് പാളിപ്പോയ കാര്യം പറഞ്ഞിട്ട്. അപ്പൊ ഇതാ നമ്മൾ അവിടെ വീണ്ടും ഇറങ്ങി. ഇപ്പൊ നമ്മൾ നേരെ പോകുന്നത് നമുക്ക്
ഒരു ബീച്ചുണ്ട് കേട്ടോ, അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട്. അപ്പോൾ ആ ബീച്ചിലോട്ടാണ് ഇപ്പം നമ്മൾ പോകുന്നത്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക, ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഇതിന് ഇൻഡസ്ട്രിയൽ ഏരിയ അങ്ങനെ എന്തോ ഒരു സംതിങ് പറയും. അപ്പം എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു വീടുകൾ പോലൊക്കെയാണ് ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത്. കുറേ ഏരിയയിൽ വീടുകളോ ബിൽഡിങ്സോ ഒന്നും തന്നെയില്ല. മരുഭൂമി ഇങ്ങനെ നീളത്തിൽ കിടക്കണം. ആ റോഡിൽ കൂടെ വേണം നമ്മൾ വണ്ടി ഓടിച്ചൊക്കെ വരാൻ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ബീച്ചിലോട്ട് പോകുന്ന കാഴ്ചയാണ് അപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ ഇത് ബീച്ചിലെത്തി കേട്ടോ. ബീച്ചിലെങ്ങും ഒരു പട്ടിക്കുറുക്ക പോലും ഇല്ല. കാരണം നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ പോയത് ഒരു ഉച്ച സമയമാണ്. അപ്പൊ നമ്മൾ ബീച്ചിൽ ഇറങ്ങിയപ്പോഴത്തേന് ഏകദേശം സമയം എന്ന് പറയുന്നത് ഒരു 3:45 4 മണി, ഒരു 4:30 ആ ഒരു ടൈമിനടുത്തോളം ആയിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഇത് വേറൊരു ഏരിയ ആയതുകൊണ്ട് ആൾക്കാർ ഒരാൾ പോലും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ആ മണ്ണൊക്കെ ഒന്ന് ഇടിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് മണ്ണൊക്കെ വാരി എടുക്കുന്ന ഒരു സ്ഥലമാണോ എന്നൊരു സംശയമില്ലാതില്ല. അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്യാനുള്ളത് ചെയ്തു. കൊച്ചിനെ ഇറക്കി, അവരെല്ലാം ഇറങ്ങി. ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. ഇനി ഷൂവും സോക്സും ഒക്കെ ഊരിട്ട് എല്ലാം നനച്ച് കുതുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയില്ല. ഞാൻ പുറത്ത് നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു യാത്ര. കാരണം നമ്മൾ തന്നെ പോകുന്നതിലും നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. സാറക്കുട്ടിക്ക് പിന്നെ കടലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അച്ചാച്ചനും അവന്മാരൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ട് സാറക്കുട്ടിയൊക്കെ ആയിട്ട് നല്ല സെറ്റായി കേട്ടോ. അപ്പോൾ ഇതാ നല്ല തിരയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എന്നിട്ട് കുറച്ചു നേരം അവിടെ നിന്നുള്ളൂ കേട്ടോ. ഒരുപാട് നേരമൊന്നും നിന്നില്ല. ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളത് വീണ്ടും നമ്മുടെ വണ്ടിയിലേക്ക് കയറി നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന വഴിയുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഒന്നുമില്ല, വെറുതെ മരുഭൂമി, കുറെ പച്ചപ്പ് മാത്രം. അവിടുന്ന് നമ്മൾ പോയ വഴിക്ക് തന്നെ നമ്മൾ മെയിൻ റോഡിൽ തന്നെ കേട്ടോ, ആ പോയ വഴിയിൽ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. കുറേ ഒട്ടകത്തിനെ ഒരു മനുഷ്യൻ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു പൃഥ്വിരാജ് ആണോ എന്ന് നോക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം അത് വെറുതെ തമാശയ്ക്ക് പറഞ്ഞാണെങ്കിലും നമുക്കിത് കുറച്ച് ഒന്ന് ഫീൽ ചെയ്തൊരു സംഭവമാണ്. വേറൊന്നുമല്ല, കാരണം ഇത്രയും ഒട്ടകത്തിനെ ആ ഒരു മനുഷ്യൻ നോക്കുക, അതുങ്ങൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മളെ പോയ വഴിക്ക് തന്നെ ഇവരുടെ ഒരു ടെന്റ്, അതായത് ഇവർ താമസിക്കുന്ന ഒരു വീട് എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു സംഭവം കണ്ട് ഒരു 3-4 ഷീറ്റ് വെച്ചിട്ട് ഒരു ചെറിയൊരു എന്താ പറയുക ഷെഡ് പോലെ വെച്ചിരിക്കുന്നു. അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു ചൂടാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ റൂമിൽ നിന്നൊക്കെ ഇരുന്നിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് പറ്റത്തില്ല, അത്രയും ചൂടാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഈ പുള്ളിയൊക്കെ ഇത്രയും ഒട്ടകത്തിനെ ഈ ഒരു മരുഭൂമി കിടന്ന് ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു വിഷമം പെട്ടെന്ന് എവിടുന്നോ കയറി വന്നു. കാരണം അത്രയും ബുദ്ധിമുട്ടി ആയിരിക്കുമല്ലോ അവരൊക്കെ അവിടെ ജീവിക്കുന്നത്. വീട്ടിലെ സാഹചര്യം കൊണ്ടോ ബുദ്ധിമുട്ടുകളോ ഒക്കെ കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ജോലി അവർ ഏറ്റെടുത്ത് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പോകുന്ന വഴിക്ക് അവർ താമസിക്കുന്ന ഒരു ചെറിയൊരു ഷെഡ് പോലത്തെ കുറെ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പം അതിനകത്ത് എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കാരണം കണ്ടില്ല, ഇതേണ്ട അതാണ് ഷീറ്റൊക്കെ ഇട്ടിട്ട്, ചിലത് വളരെ ചെറുതാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 3-4 ഷീറ്റിനകത്ത് എങ്ങനെ താമസിക്കുന്ന പോലെ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ ബീച്ചിൽ പോയി ഫുഡ് കഴിച്ചു, ഫ്രണ്ട്സായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്